ഒരു കമന്റ് നോക്കിയിരിക്കണ്. അത് നോക്കിട്ട് കാര്യമില്ല. ആറ്റിലും വെള്ളപ്പൊക്കം തുമ്പിന്റെ പൂലും വെള്ളപ്പൊക്കം അവനെ തന്നെ കയ്യിൽ കിട്ടലുണ്ട്. ആ റോട്ടിന് മുമ്പോട്ട് ഇങ്ങനെ തോരേക്കണം 4 ഭാഗം ഓനല്ലോ. ഓനെ എന്റെ മുമ്പിലോ വന്നെങ്കിൽ ഒരു പല്ലെടുത്ത് താഴെ ഇരുന്നെ അത് ഉറപ്പ്. അതിനൊരു മാറ്റില്ല. നോക്കണ്ട ഇത്തിരി പോവാൻ പറയും ബ്ലോക്കാക്കിട്ട്. അത് പറയലുണ്ടല്ലോ. ഓന്റെ വീട്ടിലില്ല അമ്മയും പെങ്ങളോട്. ഇങ്ങനെയാ അമ്മയും പെങ്ങന്മാരോട് സംസാരിക്കുന്നത്. ഓന്റെ പെങ്ങളോട് ഇങ്ങനെയാ സംസാരിക്കുന്നത്. വിഷയം ഇതാണ്. ആറ്റിലും വെള്ളപ്പൊക്കം തുമ്പിയുടെ മെറ്റടവും വെള്ളപ്പൊക്കം എന്നാണ് ഒരു കമന്റ് ഇട്ട പയ്യന്റെ മെസ്സേജ്. അമ്മ ഇരുന്ന് വായിക്കുന്നതാണ്. അമ്മയായിരിക്കും അതിന്റെ ഉറപ്പ്. ചേച്ചി എന്തായാലും ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ. ആ പോങ്ങനെന്ന് പറയുന്നവനെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ ചേച്ചി ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞിട്ട് വരട്ടെ. നിങ്ങളെപ്പോലെ പല അമ്മമാരും പല പെമ്മക്കളെയും ഇവിടെ കേരളത്തിൽ വളർത്താറുണ്ട്. അവർ പല ചെറ്റക്കുടിയിലായിരിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അവർക്കും ഇതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഒരു ഫോണും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ മക്കളെ സോഷ്യൽ മീഡിയയിലോട്ട് അരുമൂലം കാണിച്ചിട്ട് 10 രൂപ ഉണ്ടാക്കി അവർ വിചാരിച്ചാലും ഇപ്പം കിട്ടും വരുമാനം സുഖമായിട്ട് 10 ദിവസം കൊണ്ട്. അവർക്ക് അത് മേടിച്ചിട്ട് നല്ല വാർത്ത പെരയിൽ വിശാലമായിട്ട് കടന്നുറങ്ങി 3 നേരം തിന്നോണ്ട് കടന്നുറങ്ങാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അമ്മമാർ ചെയ്യാത്തത്. എന്താണെന്നറിയാം? നാളെ ആ മക്കൾക്ക് ഒരു കല്യാണവേലന വന്നാൽ, ഇല്ലെങ്കിൽ ആ മക്കളെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയാൽ ആ അമ്മയ്ക്കൊരു പേരുദോഷം കേൾക്കാതിരിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ആ മക്കൾക്കൊരു മറ്റുള്ളവരെ കണ്ണിലൊരു മറ്റ നോട്ടം നോക്കാതിരിക്കാൻ വേണ്ടി ആ അമ്മമാർ ചെയ്യാത്തത് അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അവർക്കും ഈ പരിപാടിയൊക്കെ അറിയാം. നിങ്ങൾ ഈ പണം ഉണ്ടാക്കിയിട്ട് 3 നേരം നല്ല വിശാലമായിട്ട് തിന്നിട്ട് വാർത്ത പെരയ്ക്കകത്ത് കയറിക്കടന്ന് ഉറങ്ങുമ്പം നാട്ടിലുള്ള ചായക്കടയിലൊക്കെ ചായ കുടിക്കാൻ വരുന്നവരുടെ സംസാരം വേറെ വല്ലതും ഒക്കെ ആയിരിക്കും. അവൾ അങ്ങനെയുള്ളവളാ, അവൾ മറ്റേത് കാണിച്ച് കാശുണ്ടാക്കുന്നവളാ. അത് കേൾക്കാൻ തീരെ താല്പര്യം ഇല്ലാത്തവർ തന്നെ കേരളത്തിലെ ഭൂരിപക്ഷം അമ്മമാർ. അവരെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് അവരെ സ്കൂളിലും പറഞ്ഞു വിട്ട് വീട്ടിൽ നിർത്തി വീട്ടു ജോലിയും പഠിപ്പിച്ച് ഈ ഒരു ജീവിതം വെച്ച് പോകുമ്പോൾ ഒരു അന്യ വീട്ടിൽ പോയി ജീവിക്കേണ്ട ജീവിത പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ് യഥാർത്ഥ ഒരു അമ്മ. അവരാണ് അമ്മമാർ. പറഞ്ഞാൽ മനസ്സിലായി. അല്ലാതെ മോളെ കൈ പിടിച്ചോണ്ട് അരിവും മൂലം കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോയി അവിടുന്ന് കിട്ടുന്ന പണവും ഇവിടുന്ന് കിട്ടുന്ന പണവും കിട്ടി വീട്ടിൽ കസരെ വന്ന് കുത്തിയിരുന്നോണ്ട് നാട്ടുകാരയക്കുന്ന മെസ്സേജ് കണ്ടിട്ട് അവൻ്റെ അമ്മയ്ക്കും ഇല്ലെങ്കിൽ അവൻ്റെ പെങ്ങൾക്കും പറയുന്നത് ഒരു അന്തസ്സല്ല. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. കേരളത്തിലെ 10 or 5 പേരോ കാണുന്നില്ല, 1 million ആൾക്കാരൊക്കെ കാണുന്നതാണ് ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് കാണുമ്പോൾ കേരളത്തിൻ്റെ പല കോണിൽ നിന്നും ചിലപ്പോൾ ആ മെസ്സേജ് വിട്ടവൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ നല്ല നടപ്പുവശമായിരിക്കും. അവനിക്കത് ഇത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ലായിരിക്കും. അവനന്തരം മെസ്സേജ് വിട്ടത്. അതിന് അവൻ്റെ മേളിലോട്ട് മറ്റേതും ചൊറിഞ്ഞുകൊണ്ട് ചെന്നിട്ട് കാര്യമില്ല. ആദ്യമേ ഇതൊക്കെ താങ്ങാനുള്ള ഹെൽപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഇല്ലെങ്കിൽ നാട്ടിൽ പൊതുവെ ഇറങ്ങുമ്പോൾ സംസാരിക്കുന്നില്ല, ഇല്ലെങ്കിൽ ട്രോളർമാർ ട്രോളുമ്പോൾ അവരെയൊക്കെ താങ്ങാനുള്ള ഹെൽപ്പ് ഉണ്ടാവുമെന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അന്തസ്സായിട്ട് ആ മോളെയും വിളിച്ചോണ്ട് ആ മാമനെയും വിളിച്ചോണ്ട് നേരെ വീട്ടിനകത്ത് ഇരുത്തിയിട്ട് ആ മോളെ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ട് നല്ലൊരു ചെറുക്കനെ കണ്ട് അവിടെ കൈ ഒന്ന് പിടിച്ചേൽപ്പിച്ചിട്ട് നല്ല സന്തോഷമായിട്ട് പോയി